എന്തായാലും കേക്ക് മുറിച്ച സമയത്ത് അവള് കാർത്തൂന്റെ തലയെ കൊണ്ടുവന്ന് ബോംബിടഞ്ഞത് ഭാഗ്യം. മഞ്ജു വരുന്നത് വരെ ഭയങ്കര സന്തോഷമായിരുന്നു എന്നാ കാർത്തു പറഞ്ഞത്. അതുപോലെയായിരുന്നു എല്ലാ ഒരുക്കങ്ങളും. മാളുവിന്റെ അമ്മയൊക്കെ പുതിയ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് കാർത്തൂനെ സുന്ദരിയായിട്ടാ കേക്കിന്റെ മുമ്പിൽ കൊണ്ടുവന്നെന്ന് അരുണും പറഞ്ഞത്. എന്നെ വിളിച്ചിരുന്നു അരുണ. ഇപ്പൊ ആ കുടുംബത്തിലെ അഴുക്കെന്ന് പറയുന്നത് ഈ മഞ്ജുവാ. പറഞ്ഞിട്ടെന്താ കാര്യം? കുടുംബനാഥനുണ്ടല്ലോ, അയാൾക്ക് നട്ടെല്ല് വേണം. ആ പിള്ളേരുടെ അച്ഛനെ കാർത്തൂന്റെ കല്യാണത്തിന് ഒരു മിന്നായം പോലെ ഞാൻ കണ്ടതാ. അപ്പോഴേ എനിക്ക് തോന്നി അയാൾ കാണത്തുമില്ലെന്ന്. എല്ലാരെയും പറയുന്നത് പോലെ അദ്ദേഹത്തെ അമ്മ ഒന്നും പറയരുത്. ഈ ലോകത്ത് അദ്ദേഹത്തെ പോലെ പാവം പിടിച്ചൊരു മനുഷ്യനില്ല. ഞങ്ങളെ എക്കാൾ മാന്യന അദ്ദേഹം. മാന്യത കൂടിപ്പോയെന്നാ ഞാനീ പറയുന്നത്. വീട്ടിനകത്തുള്ള ആണുങ്ങൾക്ക് മാന്യത കൂടിയാലേ അവിടെയുള്ള പെണ്ണുങ്ങള് മാനക്കേട് ഉണ്ടാക്കും. കരണം പൊട്ടുന്ന രീതിയിലൊന്ന് പൊട്ടിച്ചു കൊടുത്തിരുന്നെങ്കിലേ അച്ഛനെ കാണുമ്പോ അവളുടെ മുട്ടൊന്ന് വിറച്ചേനെ. ഉള്ളത് പറയാലോ, എനിക്കിപ്പോഴും മാളുവിനെ അവളുടെ അമ്മയൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. ഇനിയും അരുണിന്റെ അപ്പച്ചിയെ അമ്മയ്ക്ക് വിശ്വാസമായിട്ടില്ല? എങ്ങനെ വിശ്വസിക്കൂടാ? ഇതിന്റെയൊക്കെ സ്വഭാവം മാറാനേ ഒരു നിമിഷം മതി. ഇനി അങ്ങനെ മാറത്തില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അതുപോലെ തന്നെ മാളുവിന്റെ ഇപ്പോഴത്തെ മാറ്റവും അഭിനയമല്ല. ആ ഉറപ്പുള്ളതുകൊണ്ടാ കാർത്തു അങ്ങോട്ട് പോകുമ്പോ ഞാൻ അതിനെ എതിർക്കാത്തത്. എന്തായാലും ശരി, മഞ്ജു എന്ന് പറയുന്ന സാധനം അവിടെ ഉള്ളപ്പോ കാർത്തൂനെ അങ്ങോട്ട് വിടരുത്. മഞ്ജു അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാർത്തൂനെ അവിടെ ആരും അങ്ങോട്ട് വിളിക്കത്തില്ല. പിന്നെ ഇനി അതിനെപ്പറ്റി കൂടുതൽ സംസാരമൊന്നും വേണ്ട. അമ്മയുടെ കാര്യം നോക്കി രാമായണമൊക്കെ വായിച്ചിരിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കയറി ഇടപെടണ്ട എന്ന് പറഞ്ഞ കാര്യം പറയണ്ട. കാരണം അവനൊരു കാർന്നോര് വന്നിരിക്കുന്നു. അമ്മ പറയുന്നതിലും കാര്യമുണ്ട് കണ്ണേട്ടാ. നമ്മുടെ ഇവിടെ എവിടെയെങ്കിലും വെച്ച് പിറന്നാൾ ആഘോഷിച്ച മതിയായിരുന്നു. ഇത്തവണ അരുണിന്റെ അപ്പച്ചിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിപ്പോയി. അതിനെ എതിർക്കാനൊന്നും പറ്റില്ല. കാർത്തൂന്റെ പേരിൽ ഇപ്പൊ അവകാശം അരുണാ. അയാള് പറയുന്നത് നമ്മൾ കേൾക്കണം. അയാളല്ലല്ലോ അതിന് പറഞ്ഞത്. ഇത്തവണ അപ്പച്ചിയുടെ വീട്ടിൽ വെച്ച് ആഘോഷിക്കാമെന്ന് കണ്ണേട്ടനല്ലേ അങ്ങോട്ട് പറഞ്ഞത്. കാർത്തൂന്റെ മേൽ അവകാശം കൂടുതൽ അരുണിനാണെങ്കിലും കണ്ണേട്ടൻ പറയുന്നതിനപ്പുറം അരുണൊന്നും ചെയ്യില്ല. അതെനിക്കറിയാം. അവിടെ വെച്ച് കേക്ക് മുറിക്കണമെന്ന് കണ്ണേട്ടൻ എന്തായിരുന്നു ഇത്ര നിർബന്ധം? അരുണിന്റെ അപ്പച്ചയേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടതേ അരുണിനും അരുണിന്റെ അമ്മയ്ക്കും അല്ലേ? അപ്പോ അരുണിന്റെ വീട്ടിൽ വെച്ചല്ലേ അത് ചെയ്യേണ്ടത്? അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു സംസാരിപ്പ കഴിഞ്ഞതേ ഉള്ളൂ. ഇനി നിന്റെ ഭാഗത്തുനിന്നൂടെ വേണ്ട. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരും. എനിക്ക് നെക്ലേസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പുതിയ ഫാഷനാ. 2 ദിവസം മുമ്പ് വന്നതേ ഉള്ളൂ എന്നല്ലേ അവര് പറഞ്ഞേ? കാർത്തുവച്ചിക്ക് കൊടുക്കുമ്പോ അതുപോലെ വില പിടിച്ച എന്തെങ്കിലും കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മ. പാവം, അത്രയ്ക്ക് വേദനിച്ച ദിവസം ഇന്ന്. വിളിച്ചു വരുത്തിയിട്ട് ആക്ഷേപിച്ചെന്ന് വേണമെങ്കിൽ പറയാം. എത്ര സന്തോഷത്തോടെ ചേച്ചി കേക്ക് മുറിച്ചതാ. ആ സമയത്താ കൊടുങ്കാറ്റ് പോലെ എന്റെ ചേച്ചി എന്ന് പറയുന്നവൾ അവതരിച്ചത്. അതിന്റെ സങ്കടം എനിക്കുണ്ട് മോളെ. പിന്നെ ഇനി അതേപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യന് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാ അവരിതല്ല ഇതിനപ്പുറവും ചെയ്യും. പക്ഷേ ഒരു കാര്യം ഞാൻ തർപ്പിച്ചു പറയാം. അവൾ എത്ര കടന്ന് ചാടിയാലും ഇനി അവളെക്കാൾ കൂടുതൽ ഞാൻ കാർത്തൂനെ സ്നേഹിച്ചിരിക്കും. അമ്മ മാത്രല്ല, ഞാനും അങ്ങനെ തന്നെ. മോള് കേറ്.
ഉണ്ണി വീട്ടിലില്ലായിരുന്നോ? ആ ഉണ്ടായിരുന്നു. അയാളിപ്പോ വലിയ കർഷകനാകാനുള്ള ശ്രമോ. ഫലമൊന്നുമില്ലെങ്കിലും പറമ്പിൽ കിടന്ന് ശരീരം നന്നായി വേർക്കുന്നുണ്ട്. എടി, അതിന് അവന് ഫലം കിട്ടണമെങ്കിൽ അവൻ വെറ്റിലേയും പാക്കം വെച്ച് കണ്ണേടനെ വണങ്ങണം. പണിയൊക്കെ കഴിഞ്ഞു വരുമ്പോ എന്നെ അന്വേഷിക്കും. അതുകൊണ്ട് പെട്ടെന്ന് പോവാം. എങ്ങോട്ടാണോ പോകുന്നത്? എങ്ങോട്ട് വേണമെങ്കിലും പോവാം. എനിക്ക് ദീപേടിന്റെ ഒപ്പം കുറച്ചു സമയം ഇരിക്കണമെന്നേ ഉള്ളൂ. നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. നീ എങ്ങനെയെങ്കിലും ഉണ്ണിയുടെ മനസ്സിൽ കണ്ണിൽ കോരിയിട്ടേ അടങ്ങൂ, അല്ലേ? അങ്ങനെയായിരുന്നെങ്കിൽ എന്നെ ഇത് പൊളിക്കായിരുന്നു. ഞാനതിന് ശ്രമിച്ചിട്ടില്ലല്ലോ. അതിന് നീ നല്ല ശ്രമം നടത്തുന്നുണ്ട്. അവൻ നിന്നെ ചോദ്യം ചെയ്താ നീ തന്റെ ഇടത്തോടെ നടന്നതെല്ലാം പറയും, സത്യങ്ങളും പറയും. അങ്ങനെ സത്യങ്ങൾ അറിഞ്ഞ ശേഷം ചോദ്യം ചെയ്യാനായിട്ട് ഉണ്ണിയേട്ടൻ ദീപേടിന്റെ അടുത്ത് വരുവാണെങ്കിൽ 2 കൊടുത്തങ്ങ് വിട്ടാ മതി. കണ്ണേട്ടനെ പോലെയല്ല, അങ്ങേരുടെ അനിയൻ ഇത്തിരി പേടിയൊക്കെയുള്ള കൂട്ടത്തില. ആരോഗ്യവും കുറവാ. എടി, നീ ഇങ്ങനെ ആയിപ്പോയല്ലോ. അവന് ആരെയും വിശ്വാസം ഇല്ലെങ്കിലും നിന്നെ വലിയ വിശ്വാസമായിരുന്നു. ആ നീയാണ് അവനെ വേരോടെങ്ങ് പിഴുതെടുക്കുന്നത്. ഓരോന്ന് സംസാരിച്ച് മൂട് കളയാനാണോ ഭാവം? വാ പോണ്ടേ. ആ, കേറ് കേറ്. ഹെൽമെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മുഖം ഒന്ന് മറയ്ക്കായിരുന്നു. എടി, നീ മുഖം മറച്ചാലും എന്റെ ബുള്ളറ്റിന്റെ പുറകിലുള്ളത് നീയാണെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. നിന്റെ ഭർത്താവിനൊഴിച്ച് എല്ലാവർക്കും. സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് അവളെ ചികിത്സിക്കുന്ന ഡോക്ടർ അവൻ തന്നെ ആവാനാ സാധ്യത. ആയിരിക്കില്ല മോളെ. ആരോട് അച്ഛനെ പറയുന്നത്? മഞ്ജു ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഞാൻ അവിടെ വെച്ച് അവരെ കണ്ടതാ. അന്ന് അവര് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. മഞ്ജുവിനെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഭാര്യയാണ് അവരെന്ന്. അവൾ അങ്ങനെ പറഞ്ഞു? ആ, പറഞ്ഞു. അതിന് അവന്റെ ഭാര്യയാണ് അവരെന്ന് മോൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇനി അതോടെ ഉറപ്പിക്കാനുള്ളൂ. ഭാര്യയും ഭർത്താവിനെയും പോലെ അവര് പോയത്. ഇനിയിപ്പൊ അല്ലാന്നിരിക്കട്ടെ, എന്തായാലും അവരൊന്നിച്ചു പോയ സ്ഥിതിക്ക് അവരടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയിരിക്കുമല്ലോ. മിക്കവാറും അവരവന്റെ ഭാര്യയാകാനാ സാധ്യത. കാരണം അന്ന് ഞാൻ അവരെ ഹോസ്പിറ്റൽ വെച്ച് കണ്ടിരുന്നു. അതിനുശേഷമല്ലേ ഞാൻ മഞ്ജുവിനോട് അവിടുന്ന് മാറാൻ പറഞ്ഞത്. നീ വെറുതെ അവന്റെ പിന്നാലെ ഒന്നും നടക്കണ്ട. പിന്നെ എനിക്കറിയണ്ടേ അവളെ ചികിത്സിക്കുന്നത് ആ ദുഷ്ടനാണോന്ന്? ഇനി ആണെന്നിരിക്കട്ടെ, അങ്ങനെയെങ്കിൽ നിനക്കെന്ത് ചെയ്യാൻ പറ്റും? നീ പോയി മഞ്ജുവിനോടോ അനന്തുവിനോടോ സംസാരിച്ചാല് അതിനെതിരായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ നിൽക്കൂ. നിന്നെ എങ്ങനെയെങ്കിലും വേദനിപ്പിക്കണമെന്ന് പറഞ്ഞു നിൽക്കുന്ന മക്കളാ അവര്. അങ്ങനൊരു മകളെ എനിക്ക് വേണ്ട. കൂടുതൽ അവള് മുകളിലോട്ട് പോയാ അവൾ എന്റെ മകളല്ലാന്ന് ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയും. ദേഷ്യം കയറിയിട്ട് മഹാഭാവം പറയരുത്, ചിന്തിക്കരുത്. അങ്ങനെ ചെയ്താ അനന്ത് പോലും നിന്റെ നേരെ വിരച്ചുണ്ടും. ചെകുത്താനും കടലിനും നടുക്കായി. നീ അവനെ പറ്റി ഒന്നും ചിന്തിക്കണ്ട. ചിന്തിക്കാതെ പിന്നെ മഞ്ജുനെ നോക്കുന്നത് അവനാണെങ്കിൽ എന്റെ കഴിഞ്ഞകാല കഥകളൊക്കെ അവൻ അവളെ അറിയിക്കില്ലേ? ഇതുവരെ അറിയിച്ചില്ലല്ലോ. അച്ഛൻ അറിയാലോ അവന്റെ സ്വഭാവം. അവൻ എന്നെ തകർക്കാൻ വേണ്ടിയാ ഇപ്പൊ നാട്ടിലേക്ക് വന്നിരിക്കുന്നെ. മോളുടെ ഈ സംസാരവും പെരുമാറ്റവും ഒക്കെ ശരത്തിനുൾപ്പെടെ എല്ലാവരും സംശയമുണ്ടാക്കും. അതിന്റെയൊക്കെ അവസാനം പലരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും, ഞാനും നീയും. കാലം തെറ്റി വന്ന ആ സാത്താനാണ് മഞ്ജുവിന്റെ ഡോക്ടറെങ്കിൽ ഞാൻ അവനെ കൊല്ലുവച്ച. എന്താ ആ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? എന്റെ കുഞ്ഞിന്റെ കാര്യത്തില് എനിക്ക് സംശയമൊന്നുമില്ല. ഇനി മറ്റെന്തെങ്കിലും സംശയമുണ്ടോ? തൽക്കാലം ഒന്നുമില്ല. ഇനി എന്നാ ചെക്കപ്പ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്? അടുത്ത മാസം 15-ാം തീയതിയാ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ കലണ്ടറിൽ കുറിച്ചിട്ടോളാം. നീ സഹായത്തിന് ദീപനെ വിളിക്കണ്ട. ദീപേടിനെ എന്നെയും ചേർത്ത് ദേ ഈ നിൽക്കുന്ന സ്ത്രീ ഉൾപ്പെടെ പലരും കഥകൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ വെച്ച് നടക്കാൻ തുടങ്ങിയോ? ഞാൻ കാണുന്ന കാര്യങ്ങളെ വിശ്വസിക്കുള്ളൂ, കേൾക്കുന്നത് കാര്യമായിട്ട് എടുക്കാറില്ല. ഇപ്പൊ എന്തെങ്കിലും കണ്ടോ? കണ്ടിട്ടൊന്നുമില്ല. എങ്കിൽ ദീപേടൻ ഇവിടെ വരുമ്പോ വരണ്ടാന്നൊന്നും ഞാൻ പറയില്ല.
അങ്ങനെ പറയണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് നിന്റെ വീടല്ലേ, ഇവിടെ നിന്റെ സുഹൃത്തുക്കളെ കയറ്റാം. പിന്നെ നീ ചെക്കപ്പിന് പോകുമ്പോ അന്യരെ വിളിച്ചോണ്ട് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടല്ലേ പറഞ്ഞത് അതിനുള്ള അവസരം ഉണ്ടാക്കാതെ നിങ്ങളെല്ലാം ഓർത്ത് എന്നെ വിളിച്ചോണ്ട് പോണോന്ന്. അവൻ അങ്ങനെ ചെയ്താലും നിനക്കതിന്റെ നന്ദി കാണത്തില്ലെന്ന് ഉണ്ണിക്കറിയാം. നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചായിരുന്നോ? ഞാനിവിടുത്തെ സംസാരം കേട്ടിട്ട് വന്നതാ. അത്താഴം എടുക്കട്ടെ? എടുക്കുന്നതൊക്കെ കൊള്ളാം. കൊണ്ടുവയ്ക്കുന്ന ഭക്ഷണം ഞാൻ പറഞ്ഞല്ലോ, രുചിച്ച് നോക്കിയിട്ട് വേണം ഞങ്ങൾക്ക് തരാൻ. ഞാൻ ഒരിക്കലും നിന്റെ പപ്പ ചെയ്തതുപോലെ ചെയ്യത്തില്ല. അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങളിപ്പോ രണ്ടും കെട്ട അവസ്ഥയിലാ. അതുകൊണ്ട് വിവരദോഷിയായ മാമനെ പോലെ നിങ്ങളും വേണ്ടാത്ത പണി കാണിച്ചു വരും. ഇവള് പറഞ്ഞാലും ഉണ്ണി നീ അങ്ങനെ പറയരുത്. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ പോയി ഭക്ഷണം എടുത്തോണ്ട് വാ. ഓ ശരി. ഉണ്ണിയേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും എന്തൊക്കെയോ ഉണ്ട്. എല്ലാവരും ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്ന പോലെ നിങ്ങളും തുടങ്ങിയ പിന്നെ നമ്മുടെ ബന്ധം അധികം മുന്നോട്ട് പോവില്ല. അറിയാം, എല്ലാം നഷ്ടപ്പെട്ടവനാ ഞാൻ. എന്നെ അടക്കി പിടിച്ചോണ്ട് നടന്നവരൊക്കെ വീട് വിട്ടു പോയി. എല്ലാവരും അകന്നപ്പോഴും ഞാൻ നിന്നെ കൂടുതൽ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്റെ സ്വത്ത് നീയും നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുമാണ്. അത് നഷ്ടപ്പെടുമെന്ന് തോന്നിയ എന്റെ സ്വഭാവത്തിന് മാറ്റം വരും. അങ്ങനെ മാറ്റം വരുന്ന നിമിഷം രണ്ടിലൊന്ന് തീരുമാനിച്ചോണം. ഒരിക്കലും എന്നെ സഹിച്ചോണ്ട് ഉണ്ണിയേട്ടൻ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവരുത്. വിജിതേ, ഈ ദീപൻ എന്താ വിവാഹം കഴിക്കാത്തത്? ദീപേട്ടനൊരു ജയിൽ പുള്ളി ആയതുകൊണ്ട് പെണ്ണ് കിട്ടുന്നില്ലെന്നാ പറഞ്ഞ്. നല്ലൊരു ബന്ധം വേണമെങ്കിലേ നമുക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരു പെണ്ണുണ്ട്, പേര് വിജിത. നിന്റെ ഭാര്യയാടാ. എന്താ ആലോചിക്കുന്നോ? നീ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. അമ്പലത്തിൽ തൊഴാമെന്നാണോ രണ്ടാളും? പിന്നെ സാധാരണ ആൾക്കാർ അമ്പലത്തിൽ വരുന്നത് തൊഴാനല്ലാതെ ദൈവത്തെ കൊഞ്ഞനം കുത്താനാണോ? നിങ്ങളെപ്പോലുള്ളവർ വരുന്നത് അതിനായിരിക്കും. ഈ അമ്പലവും ഞാനും തമ്മിൽ ഒരു ആത്മബന്ധമുണ്ട്. ഇവിടെ വരുമ്പോൾ എനിക്ക് കിട്ടുന്ന സമാധാനം മറ്റെവിടെ പോകുമ്പോഴും കിട്ടിയിട്ടില്ല. 4 പതിറ്റാണ്ടിന്റെ പരിചയമുണ്ട് എനിക്ക് ഈ അമ്പലമായിട്ട്. പരിചയം കൊണ്ട് കാര്യമില്ലല്ലോ. മനസ്സ് നല്ലതാണെങ്കിൽ ഒരുപാട് നാളൊന്നും ഒരമ്പലത്തിൽ ഒന്ന് പ്രാർത്ഥിക്കണ്ട. ഒരു ദിവസം പ്രാർത്ഥിച്ചാലും മതി. എന്റെ മനസ്സ് ശുദ്ധമാണെന്നാ എന്റെ വിശ്വാസം. അത് സ്വയം തോന്നിയാ പോരാ, ദൈവങ്ങൾക്ക് അല്ല, അതിനുള്ള സാഹചര്യം അവൻ ഉണ്ടാക്കാതിരുന്ന നല്ലത്. ഇനി ആരായിരിക്കും അത് ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനാണോ കണ്ണേട്ടനാണോ എന്നൊക്കെ. കണ്ണേട്ടൻ തെരഞ്ഞെടുക്കുക. ഇപ്പൊ തന്നെ മാത്രമല്ല, തന്നെ സ്നേഹിക്കുന്ന എന്റെ അപ്പച്ചയെ വേദനിപ്പിക്കുന്നവരെയും കണ്ണേട്ടന് കണ്ടുകൂടാ. തല്ലുകൊള്ളാതെ ഒഴിഞ്ഞു മാറി നടന്ന അവന് കൊള്ളാം.
അമ്മയ്ക്ക് എന്തോ വിഷമമുണ്ട് ചേച്ചി. ഏതു നേരവും എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. നന്നായിട്ട് എന്തോ അലട്ടുന്നുണ്ട്. ചേച്ചി അരുണേട്ടനെ കൂട്ടി ഇങ്ങോട്ടൊന്ന് വരുമോ? അത് ചേച്ചിയെ കണ്ട അമ്മയ്ക്ക് കുറച്ച് സമാധാനം കിട്ടും. എന്നാ പിന്നെ ഞാൻ ഉടനെ അങ്ങോട്ട് വരാം മോളെ. ശരി ചേച്ചി. ആരാടോ? മാളുവാ വിളിച്ചത്. അപ്പച്ചിക്ക് എന്തോ സങ്കടം ഉണ്ടെന്ന്. നമുക്ക് അങ്ങോട്ടൊന്നും പോയാലോ? ഇപ്പോഴോ? സാറിന് തിരക്കുണ്ടോ? കൊള്ളാം. താൻ അപ്പച്ചയെ കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ തിരക്കൊക്കെ മാറ്റിവെക്കില്ലേ? നമുക്ക് അങ്ങോട്ടേക്ക് ഇപ്പൊ തന്നെ വെച്ചു പിടിക്കാം. എന്നാലും അപ്പച്ചിക്ക് എന്താ പറ്റിയത്? എന്റെ പിറന്നാളൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചു. പക്ഷെ എല്ലാം കഴിഞ്ഞ ശേഷം മാളുമായിട്ട് പുറത്തു പോയിട്ട് വന്ന അപ്പച്ചയില് പിന്നെ ആ സന്തോഷം കണ്ടിട്ടില്ല. മഞ്ജുവേടത്തിയുടെ സ്വഭാവമായിരിക്കോ അപ്പച്ചയെ വേദനിപ്പിക്കുന്നത്? ചിലപ്പോ ആയിരിക്കും. ഏട്ടത്തിയെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും സാറേ? അതിന് നമ്മളെ കൊണ്ടൊന്നും കഴിയില്ലടോ. അവർ ഈ ജന്മം മാറാൻ പോകുന്നില്ല. അതിനൊരു കാരണം കൂടിയുണ്ട്. ആ കാരണമാണ് എന്റെ ഏട്ടൻ. സ്വത്തിനെയും പണത്തിനെയും സ്നേഹിക്കുന്ന അങ്ങേര് ഒരു കാരണവശാലും ഭാര്യയെ നേർവഴിക്ക് നടത്താൻ പോകുന്നില്ല. നമ്മളൊക്കെ അപ്പച്ചിയുടെ മുത്തച്ഛന്റെ അരികിലേക്ക് പോകുന്നത്, അവരെ സ്നേഹിക്കുന്നത് സ്വത്തടിച്ചു മാറ്റാനാണ് രണ്ടിനെയും വിചാരം. നമ്മളതൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ലല്ലോ സാറേ. എടോ, അത് അവർക്ക് മനസ്സിലാവണ്ടേ? ഏതായാലും നമുക്ക് പെടുന്ന റെഡി ആയിട്ട് ഇറങ്ങാം. എന്താ? ശരി സാറേ. അമ്മയൊന്നും മിണ്ടാതെയും പറയാതെയും ഒരു മുറിക്കകത്ത് ഇങ്ങനെ ഇരുന്ന മൊത്തത്തിലൊരു ശ്വാസം മുട്ടല അമ്മേ. മഞ്ജു ചേച്ചിയാണോ ഇപ്പൊ അമ്മ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? അമ്മയുടെ എല്ലാ കാര്യങ്ങളും മക്കളോട് വെളിപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അമ്മേ? കാര്യം എന്താന്ന് വെച്ചാ തുറന്നു പറഞ്ഞൂടെ? എന്റെ മനസ്സിന് തീരെ സുഖമില്ല മോളെ. എന്തൊക്കെയോ അമ്മയ്ക്കൊരു ഭയം പോലെ. ഇപ്പോ മഞ്ജുവിനെ തള്ളിക്കളഞ്ഞിട്ട് മോള് എന്നെയും കാർത്തൂനെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്. നാളെ പക്ഷേ വീണ്ടും മഞ്ജുവിനൊപ്പം കൂടുമെന്ന് എനിക്കൊരു സംശയം. ഇനി ഒരിക്കലും അങ്ങനെ ഇപ്പൊ അങ്ങനെ പുറത്തേക്കൊന്നും പോവാറില്ലല്ലോ. അതുകൊണ്ടൊരു ചാൻസ് കിട്ടിയപ്പോ ഉടനെ എത്താൻ പറഞ്ഞത്. ഇടീ, വീടിനകത്ത് തന്നെ ചാരന്മാരുണ്ട്. അവരിപ്പോ തന്നെ വിളിച്ചറിയിക്കും ഞാൻ വന്നു. ഞാൻ അടുക്കളയിൽ കുറച്ച് ജോലി പറഞ്ഞിരിക്കുക. അവരവിടെ തന്നെ ഉണ്ട്. അവര് കാണാതെ നമുക്ക് മുകളിലേക്ക് പോവാം. ഇനി കണ്ടാ തന്നെ ഉണ്ണീടിനെ വിളിച്ച് പറയത്തൊന്നുമില്ല. പറയാനുള്ള ധൈര്യം അവർക്കില്ല. എന്നൊന്നും പറയേണ്ട വിജിതേ. രഹസ്യമായിട്ട് അവനെ വിവരങ്ങൾ അറിയിക്കും. നിനക്കാണെങ്കിലോ അങ്ങനെ അറിയിക്കണമെന്നാ. അങ്ങനെ അവനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബന്ധം പിരിയുമല്ലോ. പിന്നെ നിനക്ക് എന്റെ ഒപ്പം ജീവിക്കാമല്ലോ. ആ ആഗ്രഹം ഉള്ളിക്കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് നാളെ എത്രയും അറിയോ? എടേ, അതൊരിക്കലും നടക്കാത്ത ആഗ്രഹമാണെന്ന് ഞാൻ പറയാൻ തുടങ്ങിയിട്ടും നാള് കുറേയായി. അല്ല, ഉണ്ണി കൃഷി ഓഫീസിലേക്ക് പോയെന്നല്ലേ പറഞ്ഞത്? അവനവിടെ പോയി അരുൺ സാറിനൊക്കെ കാണൂ. മൊത്തത്തിൽ തകർന്നല്ലേ ദീപേട്ട. ഇനിയിപ്പൊ അയാൾ എല്ലാരെയും കാണും. വേണ്ടി വന്ന അയാൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അയാളുടെ ഏട്ടനെ വരെ കാണും. ഇടി, അത് ഞങ്ങളെല്ലാം മുന്നിൽ കാണുന്നുണ്ട്. ഏട്ടന് മുന്നിൽ അനിയന് പത്തി താഴ്ത്തേണ്ടി വരും. ഇതുവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം അങ്ങനെ തന്നെയാ. കണ്ണേട്ടനോട് കളിച്ചവരൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കാവശ്ശേരി കരുണൻ. അതുകൊണ്ട് നീയും കണ്ണേട്ടനോടും കാത്തൂനോടും ഒക്കെ മയത്തിൽ പെരുമാറുന്നതായിരിക്കും നല്ലത്. ഇടി, അവർക്കൊക്കെ ഒരാളെ വെറുക്കാനേ പാട്. ശത്രുവിനോട് പൊറുക്കാൻ പെട്ടെന്ന് പറ്റും. ഞാൻ ഒരാളുടെ മുന്നിലെ കീഴടങ്ങി ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതെന്റെ ദീപന്റെ മുന്നിലാ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പാതാളത്തോളം ചെല്ലാം. ആ കാല് കഴിയാതെ അത് കുടിക്കണമെന്ന് പറഞ്ഞാൽ അതും ചെയ്യാം. മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അങ്ങനൊന്നും തറപ്പച്ച് പറയേണ്ട വിജിതേ.
സാഹചര്യമേ മനുഷ്യനെ ഏതൊക്കെ രീതിയിലും മാറ്റൊന്നും പറയാൻ പറ്റില്ല. സംസാരിച്ചോടെ നിന്നാലേ അടുക്കളപ്പണി ചെയ്യുന്ന എന്റെ അമ്മ കാണും. അതുകൊണ്ട് എന്റെ മറ പറ്റി വരാൻ നോക്ക്. ഭാഗ്യം അടുക്കളയിൽ നിന്ന് പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. ശല്യം. ഇടീ, നിനക്കിപ്പോ നിന്റെ അമ്മയെ ശല്യമായല്ലേ? അവരമ്മയെന്നൊന്നും വിളിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇനാ ദിവേട്ടൻ വാ. മോനെന്താ പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു പോകുന്നത്? ഇവിടെ ആരെങ്കിലും വന്നോ? അയ്യോ, ആരും വന്നില്ല മോനെ. മകളുടെ കള്ളത്തരം കണ്ടുപിടിച്ചിട്ട് സ്വന്തം ഭാഗം ന്യായീകരിക്കാനാ മാമി എപ്പോഴും ശ്രമിക്കുന്നത്. എന്നിട്ടും പിന്നെ എന്തിനാ കള്ളം പറയുന്നത്? ആരെങ്കിലും അകത്തുണ്ടെങ്കിൽ പറഞ്ഞൂടെ? അതോ ഇനി പറഞ്ഞാ കൊന്നു കളയുമെന്ന് മോള് ഭീഷണിപ്പെടുത്തിയോ? നീ എന്തൊക്കെയാ മോനെ ഈ പറയുന്നേ? ഞാൻ പറയുന്നത് നല്ല ബോധത്തോടെ തന്നെയാ. ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. ആര്? ഇനി പേരൂടി പറയണോ? എന്നാ പറയാം, അവൻ തന്നെ, ദീപൻ. അയ്യോ, ഞാൻ കണ്ടില്ല മോനെ. ഞാൻ അടുക്കളയിലായിരുന്നു. ഇനി ആ സമയത്ത് അങ്ങനെ വന്നോന്നറിയില്ല. വന്നിട്ടുണ്ട്. അങ്ങനെങ്കിൽ അവൻ അവൾക്കൊപ്പം മുറി കാണും. അത് 3:30 തരവാ. പിന്നെ ഞാൻ പറഞ്ഞൊന്നും പറയല്ലേ. അതാണ് ശരി. അവൻ വന്നത് നിങ്ങൾ കണ്ടു, എന്നിട്ട് പറയാതിരിക്കുക. അതെനിക്ക് മനസ്സിലായതുകൊണ്ടാ ആദ്യം തന്നെ അതേപറ്റി പറഞ്ഞത്. നീ ഞങ്ങളെ പഠിക്കൊന്നും വേണ്ട. ഞാനും നിന്റെ മാമനും പറയാവുന്ന രീതിയിലൊക്കെ നിന്നോട് കാര്യങ്ങൾ പറഞ്ഞതാ. എന്നിട്ട് നീ വിശ്വസിച്ചോ? അവൻ അവളുടെ മുറിയിലുണ്ടെങ്കിലേ പോയി നോക്ക്. എന്നിട്ട് അവരെ പിടിച്ചിറക്കി 2 പൊട്ടിക്ക്. അവന്റെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടുവാണെങ്കിൽ അതും വാങ്ങിച്ചോ. ഇത്രയും നാൾ ഈ നാടകം അനുഭവിച്ചു കൊടുത്ത നീയാ. 2 കിട്ടുന്നതിൽ തെറ്റൊന്നുമില്ല. നിനക്ക് സുഖാണോ കാർത്തു? സുഖാ ഉണ്ണേട്ടാ. ഞാൻ അറിയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. നിനക്ക് നല്ലൊരു ജീവിതം തന്നെയാ ദൈവം തന്നിരിക്കുന്നത്, നിന്റെ മനസ്സ് പോലെ. നിനക്കെന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ഇല്ല, സ്വപ്നം കാണുന്ന പോലെ തോന്നുക എനിക്ക്. ഇത് സ്വപ്നമല്ല, സ്വഭാവത്തോട് തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. ജീവിതത്തിലുണ്ടായ പരാജയങ്ങളുടെ കാരണം കണ്ടെത്തുക ഇപ്പോ. ശരിയും തെറ്റും മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇപ്പോ. ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു പോയി. അതിലേറ്റവും വലിയ അബദ്ധം കണ്ണേട്ടൻ ജയിലിലായിരുന്ന സമയത്ത് കാർത്തൂനെയും പവിത്രടത്തെയും വീട്ടിൽ നിന്ന് പുറത്താക്കിയതാ. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഉണ്ണേട്ടാ. ഇനി അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കണോ? ഞങ്ങളുടെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ട് ഞങ്ങളെ ദൈവം ശിക്ഷിക്കില്ല എന്ന് ഉറപ്പായിരുന്നു. തെറ്റി മുഴുവൻ ചെയ്തത് വിജിതയാണല്ലേ? ഞാൻ പലതും അറിഞ്ഞു വരികയാണ്. അമ്പലത്തിൽ പോയിട്ട് വരുന്ന കാർത്തൂനോട് എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട്. ഇനി കാർത്തൂന്റെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തണം. ഒരു സമയത്ത് അതിന്റെ വില തിരിച്ചറിയാൻ പറ്റിയില്ല. എന്നാ ഇന്ന് അതിന്റെ ശക്തി എത്രയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യമായി എൻട്രൻസ് എഴുതിയ MBBS-ന് തല ഉയർത്തിപ്പിടിച്ച് പോയെങ്കിൽ അതിന്റെ പിന്നില് കണ്ണേട്ടന്റെയും കാർത്തൂന്റെയും പവിത്രടത്തെയുടെയൊക്കെ ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ടായിരുന്നു. എന്നാൽ ഡോക്ടറായി വന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ 5 വർഷം അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടും ഫലം ഉണ്ടായില്ല. അതിന്റെ കാരണം നിങ്ങളോടൊക്കെ ഞാൻ കാണിച്ച അവഗണനയും ചതിയും തന്നെ. ഞാനും കണ്ണേട്ടനും പവിത്രയെടുത്തി ഒന്നും ഒരിക്കലും ഉണ്ണേട്ടനെ ശപിച്ചിട്ടില്ല. എന്തിനാ ശപിക്കുന്നത്? എല്ലാം കാണുന്ന ഒരാള് മുകളിലുണ്ടല്ലോ. ആ ശക്തി എല്ലാം അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ സ്വസ്ഥത കിട്ടുമോ? ഇപ്പോ എന്താ ഉണ്ണേട്ടന് സംഭവിച്ചത്?
ഇനി എന്താ സംഭവിക്കാനുള്ളത്? അരുൺ നല്ലവനാ, അതുകൊണ്ടാ ദൈവം എന്നെ ഒഴിവാക്കിയിട്ട് കാർത്തുവിന്റെ സ്വഭാവത്തിന് ചേർന്ന ഒരാളെ കാർത്തുവിന് തന്നത്. ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കറുത്തപാടുണ്ടാകാതിരിക്കാനും ഒരിക്കലും കാർത്തുവിന് കരയേണ്ട അവസ്ഥ ഉണ്ടാകാതിരിക്കാനും ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കാം ഉണ്ണിയേട്ടന് വേണ്ടി. എനിക്ക് ഒരുപാട് സന്തോഷായി എന്നെ കണ്ടപ്പോ സംസാരിച്ചത്, സ്നേഹത്തോടെ പെരുമാറിയത്. കാർത്തുവിന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ഈ സമയത്ത് മുഖം തിരിച്ചു പോവുകയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കാർത്തു ചെയ്തില്ലല്ലോ, അതാണ് എന്റെ സന്തോഷം. തുടങ്ങിയടാ. രണ്ടാളും പേരയ്ക്ക് തന്നെ ഇരിക്കുവാണോ? തുടങ്ങിയടാ. ഞാൻ ഇന്നൊരാളെ വഴിയിൽ വെച്ച് കണ്ടു. ആരാന്ന് പറയാമോ? മോളുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ. അപ്പൊ അതുപോലെ ആരെങ്കിലും ആയിരിക്കുമല്ലോ കണ്ടത്. അങ്ങനെ ഒരാള് തന്നെയാ. എന്റെ കളിക്കൂട്ടുകാരനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആരാ? ആ ജമാലിക്കയുടെ മോനാണോ അനസ്? അനസ് ഗൾഫിലല്ലേ? അല്ല, അവൻ നാട്ടിലുണ്ടെന്ന് പറയുന്നത് കേട്ടു. എന്നാ അനസല്ല. കുട്ടിക്കാലത്ത് ഞാൻ ഏതു നേരവും കളിച്ചും ചിരിച്ചും വഴക്കിട്ട് നടന്നത് ആരുടെ കൂടെയാ കണ്ണേട്ടാ? നോക്കണ്ട, ഉണ്ണേട്ടനെ തന്നെയാ കണ്ടത്. അവനെ കണ്ടതിന് ഇത്രയും സന്തോഷത്തിന്റെ ആവശ്യമുണ്ടോ? അവനെ ഇതിനു മുമ്പ് മോള് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഉണ്ണിയേട്ടൻ മുഖം തിരിച്ചോണ്ട് പോവുമായിരുന്നു. ഇന്ന് പക്ഷെ അതല്ല സംഭവിച്ചത്. എന്നെ കണ്ടപ്പോ തിരിഞ്ഞു നിന്ന് സംസാരിച്ചു സ്നേഹത്തോടെ.